ഹായ് ഫ്രണ്ട്, ഇന്നത്തെ പീപ്പിളാണ് നമ്മുടെ മുമ്പിൽ നിഫ്റ്റിയുടെ ചാർട്ടാണ്. നമ്മൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ കാണുന്നത് കൺസിഡറബിൾ ലോ ഓഫ് ട്രേഡിംഗ് വോളിയമാണ്. ട്രേഡിംഗ് വോളിയം ഭയങ്കരമായിട്ട് കുറഞ്ഞു. നല്ല ശതമാനം ട്രേഡേഴ്സും എന്താ പറയണ്ടേ, അടുത്തൊരു 2 ആഴ്ച അല്ല 3 ആഴ്ച അടുത്തൊരു ഷോർട്ട് പീരീഡ് ഒന്ന് കെയർഫുള്ളായിട്ട് നിൽക്കാമെന്ന് വെച്ചാണ് ട്രേഡിംഗ് വോളിയം കുറച്ചിരിക്കുന്നത്. ഇപ്പോൾ സാറ്റർഡേ മൂലമുള്ള 3 ദിവസം ട്രേഡിംഗ് വോളിയം കണ്ടമാനം കുറഞ്ഞു എന്ന് വെച്ചാൽ ആൾക്കാർ വളരെ കൺസേൺഡ് ആണ് മാർക്കറ്റിനെ കുറിച്ച്, അല്ല ജൂൺ 4 ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ചെറിയ നോട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ വിക്സ് സംതിങ് അറൗണ്ട് 67-68% ആണ് ഒറ്റ മാസം കൊണ്ട് കൂടിയിരിക്കുന്നത്. അത് ഫിയർ ഫാക്ടറിനെ കാണിക്കുന്നത്. എനിവേ, നമ്മുടെ അനാലിസിസ് നമുക്ക് കിടക്കാം. തൽക്കാലം വോളിയം ഓഫ് ചെയ്യാം. സോ ഇന്നും ക്രിട്ടിക്കലായിട്ടുള്ള ആ ഒരു ലെവൽ കടക്കാനായിട്ട് നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടില്ല. നിഫ്റ്റി ഇന്ന് ക്ലോസിംഗ് വാസ് ക്വൈറ്റ് ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, വോളിയം ഇല്ലെങ്കിൽ ആക്ച്വലി ഡിമാൻഡോ സപ്ലൈയോ എല്ലാത്തിനും അത് ബാധിക്കും. ഇപ്പോൾ നിഫ്റ്റി ഒന്ന് ഓപ്പൺ ചെയ്ത് 22,625 ഓപ്പൺ ചെയ്തിട്ട് 22,683 വരെ പോയി. 83 വരെ പോയിട്ടാണ് 22,657 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ 60 പോയിൻ്റൊക്കെ കയറിയിട്ട് 22,625 22,683 വരെ പോയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മേളിലും വിൽക്കുന്നുണ്ട്. സോ വോളിയം ഇല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് 15 മിനിറ്റ്സിലെ ചാർട്ടിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇതാണ് 15 മിനിറ്റ്. നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ആണ് നാച്ചുറൽ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു സോൺ ശരിക്കും ഇതൊരു ഒരു ബ്യൂട്ടിഫുൾ റെസിസ്റ്റൻസ് സോണാണ്. സോ ആ സോണിനെ കട്ട് ചെയ്ത് പോയാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഒരു കാര്യം, നിഫ്റ്റി ഇറ്റ്സ് ഫോമിങ് സംതിങ്ങിലേക്ക് ഒരു എന്താ പറയണ്ട അസെൻഡിങ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന രീതിയിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോം ചെയ്യുവാണ്. ഇതാണ് അതിൻ്റെ വെർട്ടക്സ് എന്ന് പറയുന്ന സാധനം. ഇതാണ് വെർട്ടക്സ്. ട്രയാങ്കിളിലെ വെക്ടർസ് എന്ന സാധനം ഇവിടെയാണ്. സോ അതിന് മുമ്പ് ബ്രേക്കൗട്ട് കൊടുക്കുമോ അതോ തിരിച്ച് താഴെ വീഴുമോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കത്തില്ല. എസ്പെഷ്യലി ട്രേഡിംഗ് വോളിയം കുറവുള്ള ഒരു സമയത്താണ് നിഫ്റ്റി നിൽക്കുന്നത്. സോ ഇനി ഈ നിഫ്റ്റി ഇവിടെ നിന്ന് താഴെ വീഴുവാണെങ്കിൽ സോ ഈ ഒരു ട്രെൻഡ് ലൈന് ബ്യൂട്ടിഫുൾ സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് ആ സപ്പോർട്ട് എന്ന് പറയുന്നത് 22,636 എന്ന് പറയുന്ന സോണാണ്. സോ ഈ ലെവൽ മുതൽ സംതിങ് അറൗണ്ട് 22,644 മുതൽ സംതിങ് ഈ ലെവൽ വരെ 22,633 വരെയുള്ള ഒരു 20 പോയിൻറ്റ്സിൻ്റെ സോണിൽ നല്ല സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അവിടുന്ന് വീണ്ടും ബൗൺസ് ചെയ്ത് പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പക്ഷേ വോളിയം ഇല്ല എന്നുള്ളത് കഴിഞ്ഞ മൺഡേ മുതൽ വോളിയം ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു കൺസേൺ ശരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണ് നമ്മൾ വരച്ച അതേ റെസിസ്റ്റൻസ് ലൈൻ അതേപോലെ കിടക്കുവാണ്. കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കട്ട് ചെയ്ത് പോയാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ ശരിക്കും ഇവിടെയും ഒരു ട്രെൻഡ് ലൈനിലാണ് ബാങ്ക് നിഫ്റ്റിയും ശരിക്കും ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആണെന്ന് പറയാൻ പറ്റും. കാര്യം ട്രെൻഡ് ലൈനിൻ്റെ താഴെ പോയിട്ട് തിരിച്ചതിന് മേളിൽ ക്ലൂസ് ചെയ്യുന്നുള്ളൊരു വലിയൊരു ഫാക്ടറാണ്. ഇതാണ് 15 മിനിറ്റ്സ് ചാർട്ട് ബാങ്ക് നിഫ്റ്റിയുടെ. സോ ഇതാണ് നമ്മൾ വരച്ച ആ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. ഒരു സൂപ്പർ സോണാണ്. ഈ സോൺ വളരെ കെയർഫുള്ളാണ്. നമ്മൾ കെയർഫുള്ളാണ്ടാണ്. അതിന് താഴത്തെ ഒരു സോൺ എന്നൊക്കെ പറയുന്നത് ഈ ഒരു സോൺ നമുക്ക് പറയാൻ പറ്റും. ദിസ് ഇസ് എ നെക്സ്റ്റ് സോൺ. അതാണ് അടുത്ത സോൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു സോൺ കട്ട് ചെയ്ത് പോയാൽ മാത്രമേ ഈ സോണിലേക്ക് കയറാൻ പറ്റൂ. സോ ഇത് വന്നിട്ട് സംതിങ് അറൗണ്ട് 48,929 മുതൽ 47,906 വരെയുള്ള സംതിങ് അറൗണ്ട് ഒരു 100-110 പോയിൻ്റ് സോണാണ്. ഈ സോണെ കട്ട് ചെയ്ത് പോകണം. കട്ട് ചെയ്ത് പോയാൽ മാത്രമേ കയറാൻ സാധിക്കത്തുള്ളൂ. സപ്പോസ് അവിടെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ ഈ ഒരു സോണിലേക്ക് വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് സപ്പോർട്ട് സോൺ ഇതാണ്. ഈ സപ്പോർട്ട് സോൺ കിടക്കുന്ന 47,817 47,784 ഇടയ്ക്കാണ് കിടക്കുന്നത്. സോ ഇവിടെ വന്ന് സപ്പോർട്ടുകളുടെ സാധ്യതകൾ എപ്പോഴും ഉണ്ട്. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പറയാം. സോ ഒരു ഡേ ടൈം ഫ്രെയിം നമ്മൾ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഡേ ടൈം ഫ്രെയിം എടുത്താൽ ഡേ ടൈം ഫ്രെയിമിൽ വോളിയം ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും വോളിയം കുറവാണ്. ശരിക്കും റിസൾട്ടിൻ്റെ അടുത്തുകൊണ്ട് ഇലക്ഷൻ റിസൾട്ട് അടുത്ത് വരും തോറും വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു വലിയൊരു ഫാക്ടറാണ്. അത് ഫ്രണ്ട് നമ്മുടെ മുമ്പിലുള്ളത് ഇന്ത്യ വിക്സ്, അതായത് ഗ്രീഡ് ആൻഡ് ഫിയർ ഫാക്ടർ എന്ന് പറയും. ഇന്ത്യ വിക്സിൻ്റെ മന്ത്ലി ചാർട്ടാണുള്ളത്. നോക്കൂ, ഇന്ത്യ വിക്സ് ഈ മാസം എന്തുമാത്രം കൂടി നോക്കൂ. 66%, സംതിങ് അറൗണ്ട് 66.8% ആണ് ഷോർട്ട് ചെയ്തത്. ഇലക്ഷൻ്റെ ഒരു ബേസ്ഡ് ആയിട്ടാണ് വിക്സ് കൂടാൻ കാര്യം. ദാറ്റ് മീൻസ് ഫിയർ ഫാക്ടർ ഭയങ്കരമായിട്ട് കൂടുന്നു മാർക്കറ്റിൽ എന്നുള്ളൊരു ഫാക്ടറാണ്. അത് നിങ്ങൾ നോക്കണം. ഇത് ഏകദേശം ഈ ലെവലിൽ സംതിങ് അറൗണ്ട് നമുക്ക് നോക്കിയാൽ ഈ ലെവലിലൊക്കെ വന്ന് നിൽക്കുക. ദാറ്റ് മീൻസ് 2022 മെയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ലെവലിലേക്ക് വീണ്ടും വരുന്നത്. 2 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യ വിക്സ് കയറി വരുന്നത്. സോ വിക്സ് ഹ്യൂജായിട്ട് ഷോർട്ട് ചെയ്യാന്ന് വെച്ചാൽ വളർച്ചയിൽ ഭയങ്കരമായിട്ട് മാർക്കറ്റ് കൂടുകയാണ്. സോ നിങ്ങൾ ഏത് ലെവൽ ഓഫ് റിസ്ക് എടുക്കുന്ന ട്രേഡാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ട്രേഡ്സ് വിക്സ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന സമയത്ത്. സോ പൊതുവെ വിക്സ് കൂടിയിരിക്കുമ്പം നമുക്കറിയാം ഓപ്ഷൻ്റെ ഒക്കെ എന്താ പറയുക പ്രീമിയം ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യും.
സോ വിക്സ് എപ്പോഴും ശരിക്കും ഒരു പരിധി കൂടുതൽ, വിക്സ് നോർമലി ഒരു 15 to 17 റേഞ്ച് നിൽക്കുന്നതാണ് മാർക്കറ്റിനും ട്രേഡേഴ്സിനും എപ്പോഴും നല്ലത്. ഇത് വന്നിട്ട് സംതിങ് അറൌണ്ട് 22 ആയെന്ന് വെച്ചാൽ വോളറ്റിലിറ്റി ഒരു പരിധിയുടെ മുകളിലേക്ക് പോയി. സോ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇങ്ങനത്തെ വോളറ്റിലിറ്റിക്ക് വരാൻ നേരത്ത് ഞാൻ സാധാരണ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് പതിവ്. ഞാൻ മാർക്കറ്റിൽ നിന്ന് മാറി നിന്നിട്ട് ജസ്റ്റ് വാച്ച് ചെയ്യും മാർക്കറ്റിനെ. ബിക്കോസ് എൻ്റെ റിസ്ക് എന്താ പറയണ്ടേ, ഒരു എടുക്കുന്ന അതിനൊരു പരിധിയുണ്ട് ശരിക്കും. സോ വോളറ്റിലിറ്റി വല്ലാതെ കൂടിയിക്കാൻ നേരത്ത് നമ്മളെപ്പോഴും വളരെ കെയർഫുൾ ആവുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്. കാര്യം നിഫ്റ്റിയും കുറച്ച് വീക്കാണ്, ബാങ്ക് നിഫ്റ്റിയും നല്ല വീക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്മോൾ ക്യാപ്പിൽ ട്രേഡ് ചെയ്ത വ്യക്തിയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇന്നൊരു പുൾ ബാക്കിലേക്ക് വന്നിട്ട് ഒരു റിജക്ഷൻ ആയിട്ടിലേക്ക് വന്നതുള്ള സത്യമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മൾ അടുത്ത 2-3 ആഴ്ച കൂടെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കുക. കാര്യം US-ലാണെങ്കിലും ഒരു പക്ഷേ ഇൻട്രസ്റ്റ് കൂട്ടിയേക്കാവുന്നുള്ള ന്യൂസാണ് പുതുതായിട്ട് വന്നു വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ GDP Q4-ൽ കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വേറെ ന്യൂസ് വരുന്നു. സോ ഇതൊക്കെ വല്ലാത്തൊരു മാർക്കറ്റിൽ വല്ലാത്തൊരു ഡിഫറൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ബി വെരി കെയർഫുൾ. ആക്ച്വലി തകർപ്പൻ റിസൾട്ട് എന്ന സ്റ്റോക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. സുന്ദരം ഫിനാൻസ് ഹോൾഡിംഗ്സ് ആണുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് 5836. സുന്ദരം ഫിനാൻസ് ഹോൾഡിംഗ്സ്, സുന്ദരം ഗ്രൂപ്പിന്റെ ഫിനാൻസ് ഹോൾഡിംഗ്സ് ആണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് സ്റ്റോപ്പ് ഈസ് 11 ഇൻഡസ്ട്രി ബീസ് 20.5 ഉണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് എക്സലന്റ് 55.5. ഡെറ്റ് എന്ന് പറഞ്ഞ പോലെ 0 ആണ്, ഡെറ്റ് ഇക്വിറ്റി 0 ആണ് ശരിക്കും. ആൻഡ് സീ ദ റിസൾട്ട്. കഴിഞ്ഞ മാർച്ചിൽ ടോപ്പ് ലൈൻ വന്നിട്ട് 35 കോടി എന്നുള്ളത് ഇത്തവണ 218 കോടി. എത്ര ഇരട്ടിയാണ് വന്നിരിക്കുന്നത്? സംതിങ് അറൌണ്ട് ക്ലോസ് ടു 7 ടൈംസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 24 കോടി 207 കോടി. ആൻഡ് OPM എക്സ്പാൻഷൻ 70%, അവിടെ നിന്നും 95%, ക്ലോസ് ടു 100% OPM എക്സ്പാൻഷൻ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കുക, 4 രൂപ 44 EPS നിന്നും 12 രൂപ 13. കഴിഞ്ഞ ക്വാർട്ടറിൽ 4.61 ഉള്ളൂ. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മാർച്ച് 2023 ആകെ ചെയ്തിരിക്കുന്നത് 91. അതിന്റെ സ്ഥാനത്ത് 2024 291 ആണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 46 to 243. OPM എക്സ്പാൻഷൻ 50% to 83. അമേസിംഗ് റിസൾട്ട് ആണല്ലേ. ബാലൻസ് ഷീറ്റ് നോക്ക്, റിസർവ് കൂടിയിരിക്കുന്ന കൂടി 3059 കോടി നിന്ന് 4682 കോടിയാണ് വന്നിരിക്കുന്നത്. ബോറോയിൻസ് ഒന്നുമില്ല, നത്തിങ് ആക്ച്വലി. ആൻഡ് എക്സലന്റ് റേഷ്യോസ് ആണ്. ആൻഡ് ഇൻവെസ്റ്റേഴ്സ് പ്രൊമോട്ടർ 55.29 54.9, സ്ലൈറ്റ് കുറവ് വന്നിട്ടുണ്ട്. FIs 0.23, DAസിന്റെ 5.46, പബ്ലിക് 38.72 ആണുള്ളത്. സോ വെരി ഗുഡ് കമാൻഡബിൾ റിസൾട്ട് നമുക്ക് എടുത്തു പറയേണ്ടി വരും.